അപ്പോൾ ദാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്കാണ് പോകുന്നതെന്നുള്ളത് അവിടെ എത്തിയിട്ട് കാണാം. ആക്ച്വലി ഞാനും കാണാത്തൊരു സ്ഥലമാണ്, ഇപ്പം ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതിൻ്റെ എൻഡിങ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിലേക്ക് പോകുന്ന ആ ഒരു വേ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് പോകാനുണ്ട്. ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്തിലൂടെയൊക്കെയാണ് പോകാനുള്ളത്. ശരിക്കും ഇതിലൂടെ വരുന്ന വഴി വേറെ ഉണ്ട്. അതിലൂടെ ഇപ്പം കാറൊന്നും പോവാത്തത് കൊണ്ട് ആകെ ചരലായി മഴ പെയ്തത് കൊണ്ട് ആകെ റോഡ് കേടായിരിക്കുക. അപ്പോൾ അതിലൂടെ നമ്മൾ പോയില്ല. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ പോകുന്നത്. തോടൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. തോട്ടിൻ്റെ അടുത്ത് തന്നെ കുട്ടികൾ കളിക്കുന്നുണ്ട്. ഈ കുട്ടികളുടെ കാര്യം ഈ കുട്ടികളുടെ കാര്യം ഞാൻ പറയാം. അത് ഞാൻ ഇതിൻ്റെ തന്നെ ഞാനൊരു എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ പറയാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇതാ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടോ. ഇതാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ, അതായത് അമ്മയുടെ പറമ്പാണ്. അമ്മയുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പാണ്. അപ്പോൾ അവിടേക്ക് ഞങ്ങളിതാ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടിടാനുണ്ടായിരുന്നു പറമ്പിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. നമുക്ക് ക്ലിയർ വെള്ളം അല്ലേ, എന്ത് രസമാണ്. ഇങ്ങനത്തെ ഒരു ഏരിയയിൽ വന്നിട്ട് ഒരുപാട് കാലമായി. അങ്ങനെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങനെ പോകാനുള്ള പറ്റിയ സ്ഥലങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് സത്യം പറഞ്ഞ ഒരു ട്രക്കിങ് പോലെയായിരുന്നു. അങ്ങനെ ഒരു സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മേലേക്ക് പോകുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അഹിമോന് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് കേട്ടോ. നമ്മൾ അത്രയ്ക്ക് കയറാനുണ്ട്. അത് നിങ്ങൾക്ക് അതായത് ഞാൻ ഇടുന്ന ആ എക്സ്പ്ലെയിൻഡ് വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ കയറി കുറച്ചങ്ങനെ പോകാനുണ്ട്. ഒരു വേ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ വേ ഉണ്ടാക്കി പോകണം നമ്മൾ. അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ എൻഡിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. എൻഡിങ്ങിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മായിയുടെ വീടാണ്. അപ്പോൾ അഹിമോനൊക്കെ ക്ഷീണിച്ചങ്ങ് എത്തിയിട്ടുണ്ട്. ഞാനൊക്കെ വിയർത്തൊലിച്ചിട്ടുണ്ട്. അങ്ങനെ കയറാനുണ്ട്. ആക്ച്വലി കയറാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ കയറിയാൽ നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ കയ്യിൽ സാധനങ്ങളുള്ളത് കൊണ്ട് കുറച്ചൊരു 3-4 തവണ നമ്മളിങ്ങനെ ട്രിപ്പ് അടിച്ച് വരുമ്പോൾ കുറച്ച് ടയേർഡായി പോവും. അപ്പോൾ അതാ ഞാൻ കൈയും മുഖമൊക്കെ കഴുകി. എന്തായാലും ഇവിടെ നല്ല രസമാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. ഒരു പുകശല്യമോ വാഹനങ്ങളുടെ ശല്യമോ ഒന്നുമില്ല. ഒരു ഉൾനാട് അങ്ങനത്തെ ഒരു ഏരിയ ആണ്. ഇവിടെ അമ്മായി മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ ഓരോ കല്യാണം കഴിച്ചു, അങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ സെറ്റിലാണ്. അപ്പം ഒരു മോനുണ്ട്, അവർ പുറത്ത് പോയതാണ്. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ എത്തിയിട്ടോ. ഇതാണ് അമ്മയുടെ തറവാടിൻ്റെ ഏരിയ ആണ് ഇതൊക്കെ. അപ്പോൾ എന്താ പറയുക, ഒരു നല്ല കാറ്റ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, ബൈ.